നമസ്കാരം. സന്നിധാനത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് സമരമുഖം മാറ്റിയപ്പോൾ ജനവികാരം എന്താണെന്ന് സമരക്കാർ മനസ്സിലാക്കിയെന്ന് തെളിഞ്ഞതാണ്. ഇന്നിപ്പോൾ യഥാർത്ഥ ജനവിധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയാണ്. സംഘർഷ സമരങ്ങളുടെ കേന്ദ്രഭൂമിയാക്കിയ പത്തനംതിട്ടയിലെയും പന്തളത്തെയും വാർഡുകളിൽ കിട്ടിയ വോട്ടുകൾ ബി.ജെ.പിക്ക് 7ഉം 12ഉമൊക്കെയാണ്. ഒടുവിൽ ട്രോളന്മാർക്ക് വേണ്ടി പന്തളം രാജാവിന്റെ വോട്ട് പോലും നേടാനായില്ല ബി.ജെ.പിക്ക് എന്ന് രേഖപ്പെടുത്തേണ്ടി വരുമ്പോഴാണ് ശബരിമലയുടെ പേരിൽ സുവർണ അവസരം തേടിയവർക്ക് അടിതെറ്റി എന്ന് അടിവരയിടേണ്ടി വരുന്നത്. സുപ്രീം കോടതി വിധിക്ക് ശേഷം നാഴികയ്ക്ക് 40 വട്ടം നിലപാട് മാറ്റിയ ശ്രീധരൻപിള്ള സമരമുഖം മാറ്റിയത് ബി.ജെ.പിയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാക്കുമ്പോഴാണ് ജനവികാരം തിരിച്ചടിയാകുന്നതും ചർച്ചയാകുന്നതും. നാമജപം നടത്തിയും സംഘർഷമുണ്ടാക്കിയും നിരാഹാരം കിടന്നും രഥയാത്ര നടത്തിയും മലയാളികളുടെ മനസ്സമാധാനം കെടുത്തിയവർ ജനവികാരമെങ്കിലും മാനിക്കുമോ? അടിതെറ്റിയ ബി.ജെ.പിക്ക് വഴികാട്ടാൻ നിയമസഭയിൽ കലാപമുണ്ടാക്കുന്ന യു.ഡി.എഫിനും ജനവികാരം വായിക്കാനാകുന്നുണ്ടോ? ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ശ്രീധരൻപിള്ള ബി.ജെ.പിക്ക് ബാധ്യതയാവുകയാണോ? RSS തീരുമാനത്തെ അട്ടിമറിച്ചത് ബി.ജെ.പിയിലെ ഗ്രൂപ്പിസം ശക്തമാക്കുമോ? യഥാർത്ഥ ജനവികാരത്തിന്റെ റേറ്റിംഗ് ചാർട്ടിൽ ഇടതുപക്ഷത്തിനോ 1ാം സ്ഥാനം? നിയമസഭയിൽ കലാപമുണ്ടാക്കുന്നവർക്ക് ഉപതെരഞ്ഞെടുപ്പ് ഫലം ദിശാബോധം നൽകുമോ? ശബരിമല സമരത്തിന്റെ മുനയൊടിഞ്ഞ സ്ഥിതിക്ക് ഇനിയെങ്കിലും ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കുമോ? ജനവിധിയുടെ അർത്ഥം ശബരിമലയിൽ സംഘർഷമുണ്ടാക്കുന്നവർക്ക് തിരിച്ചറിയാനാകുന്നുണ്ടോ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി.ജെ.പി നേതാവ് ശ്രീ ശിവശങ്കരൻ, CPM സഹയാത്രികനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ PM മനോജ്, കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു എന്നിവർ. ശബരിമലയിലെ സംഘർഷങ്ങൾ നടത്തിയും സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചുള്ള ഇടതു നിലപാടിനെയൊക്കെ പ്രചരിപ്പിച്ചുമാണല്ലോ പത്തനംതിട്ടയിലും പന്തളത്തും ഉൾപ്പെടെ ഈ ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോയത്. എന്നിട്ടുണ്ടായ വിധിയെ, ആ വിധിയുടെ അർത്ഥത്തെ എങ്ങനെ വായിച്ചെടുക്കുന്നു, മനസ്സിലാക്കുന്നു ബി.ജെ.പി? ലാലെ, നമുക്ക് ഈ വിധിയെയും വേണമെങ്കിൽ നിങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പോലെ ബി.ജെ.പിയുടെ സെമി ഫൈനലിനോ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ ചൂണ്ട് വലകാന്നോ എല്ലാം കാണാം. നാം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരുപക്ഷെ CPM-ന് അവകാശപ്പെടാം ഈ വിധി ഒരുപക്ഷെ സംസ്ഥാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സീറ്റ് CPM-ന് കിട്ടി എന്നുള്ളത് വേണമെങ്കിൽ അവകാശപ്പെടാം. പക്ഷേ അവിടെ നമ്മുടെ കാര്യമാണ്, ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൃപ്പൂണിത്തുറ, അവിടെ കഴിഞ്ഞ തവണ LDF-ന് കിട്ടിയ വോട്ട് ഇത്തവണ 843 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. UDF-ന് അവിടെ കഴിഞ്ഞ തവണ 360 വോട്ട് ഉണ്ടായിരുന്നു, ഇത്തവണ 287ആയി. ബി.ജെ.പിക്ക് അവിടെ 393 വോട്ട്, 68-70 വോട്ടുകളുടെ വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ബി.ജെ.പി, ഒട്ടുമുക്ക സ്ഥലങ്ങളിലും ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ആലപ്പുഴ പോലുള്ള, പ്രത്യേകിച്ച് നാം കാണേണ്ടത് ആലപ്പുഴ പോലുള്ള കർഷക പ്രാധാന്യമുള്ള, അവിടെ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആലപ്പുഴയുടെ കുട്ടനാടും അതുപോലെ തകഴി പഞ്ചായത്തിലും ബി.ജെ.പിക്ക് അവിടുത്തെ SC/ST വാർഡുകളിൽ 2 വാർഡുകളിൽ വിജയം കിട്ടിയിരിക്കുന്നു. അതുപോലെ മലപ്പുറത്ത് വളരെ രസകരമായൊരു സംഭവമുണ്ട്. മലപ്പുറത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നാം ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ്. 2015-ലൊക്കെ ഒരു വാർഡിൽ 378 വോട്ട് കിട്ടിയിരുന്ന NDA-ക്ക് 442 വോട്ട് കിട്ടി. LDF-ന് അവിടെ 481 വോട്ട് കിട്ടിയത് 19ാം വാർഡിൽ, വട്ടക്കുളം പഞ്ചായത്തിലെ 19ാം വാർഡിൽ 481 വോട്ട് കിട്ടിയെടുത്ത് 503 LDF-ഉം. പക്ഷേ
UDF അവിടെ അത് CPM മനസ്സിലാക്കേണ്ടത് അവിടെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വളരെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിട്ടും 169 വോട്ടുണ്ടായിരുന്ന UDF നില പരിതാപകരമായി 140-40-ലോ 41-ലോ കൊണ്ടേ നിർത്തിയിരിക്കുന്നു. അപ്പോൾ നാം കാണേണ്ടത് അവിടെ UDFനും മുസ്ലിം ലീഗിനുമുള്ള വോട്ടുകൾ പോലും ഒരുപക്ഷെ CPMലേക്ക് മറിച്ചുകൊണ്ട് BJP അവിടെ വിജയിക്കുമോ എന്നുള്ള ഭയത്താൽ, കാരണം നിസ്സാര വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, 442-ഉം 503-ഉം. ഒരുപക്ഷെ നേരത്തെ വോട്ടാണെങ്കിൽ 481 കഴിഞ്ഞ തവണത്തെ വോട്ടാണെങ്കിൽ BJPക്ക് ഒരുപക്ഷെ പ്രാപ്യമായ നിലയിലേക്ക് വന്നേനെ. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ അവിടെ BJP ജയിക്കുവാണെങ്കിൽ മുഖ്യ പ്രതിപക്ഷം BJP ആയതിനെ. ഇത്തരത്തിൽ UDF ഒരുപക്ഷെ ഭയന്നുകൊണ്ട് അവരുടെ വോട്ടുകൾ LDFന് മറിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് LDFന് അവർക്ക് ഒരു തൃപ്തികരമായ, അല്ലെങ്കിൽ അവർക്ക് ഇന്ന് കൈരളി ചാനൽ പോലെ വളരെ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് വന്നത്. സത്യത്തിൽ കൈരളി ചാനലിന് മാത്രം ആണ് ഇത് മുന്നോട്ട് വെക്കാൻ പറ്റുന്നത്, മറ്റു ചാനലുകൾക്കൊന്നും ഈ വാർത്ത ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ് ശിവശങ്കരന്റെ വാദം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ ശിവശങ്കരൻ. അപ്പോ പറഞ്ഞു വരുന്നത് എന്താണ്? ഇന്നലെ വരെ 3-ാം സ്ഥാനത്തായിരുന്നവർ 2-ാം സ്ഥാനത്ത്, 2ഉം 3ഉം സ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി മത്സരങ്ങൾ നടന്ന് മാറിയും തിരിഞ്ഞും, നാളെ വീണ്ടും 3-ലേക്ക് പോവാം, വീണ്ടും 2-ലേക്ക് വരാം, അങ്ങനെ UDFും BJPയും തമ്മിലുള്ള മത്സരം അതിന് നടക്കാൻ പോകുന്നു. അതാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഇവിടെ കൃത്യമായി BJP വേഴ്സസ് CPM എന്നുള്ള ഘട്ടത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് ഇന്ന് അടിസ്ഥാനപരമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ കരുതുന്ന ഫലം കാണിക്കുന്ന ഒരു കൃത്യമായ സവിശേഷത. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, BJPക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത്ര കൃത്യമായ അടുക്കും ചുറ്റോടെയുള്ള വർക്ക് ഉണ്ടായിരുന്നില്ല, ബൂത്ത് തരത്തിലുള്ള വർക്കുകൾ കൃത്യമായി ഉണ്ടായിരുന്നില്ല. നമുക്കവിടെ സ്ഥാനാർത്ഥി പോലും, ഞങ്ങൾക്ക് അത്ര കഴിവുറ്റ സ്ഥാനാർത്ഥികൾ പോലും താഴേക്കടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ BJPക്ക് അതിൻ്റെ NDAക്ക് പലയിടത്തും BDJ സ്ഥാനാർത്ഥികളായിരുന്നു. അപ്പോൾ കൃത്യമായി ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളുണ്ട്, പ്രവർത്തന പദ്ധതികളുണ്ട്, ഞങ്ങൾക്ക് അവിടെ താഴേക്കടയിൽ നേതാക്കളുണ്ട്. അവർ കൃത്യമായി 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. CPMൻ്റെ ഇത്ര കൃത്യമായ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ സഹകരണത്തോടെ സാമ്പത്തികമായ ഇത്രയേറെ ശക്തമായ നടപടി ഉണ്ടായിട്ടും CPMനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വലിയ തത്വശാസ്ത്രമൊന്നും അല്ലല്ലോ പ്രചരണ രംഗത്തുണ്ടാകുക. പ്രാദേശിക വിഷയങ്ങളാണ് സാധാരണ വരിക. ഇത്തവണ അത് മാറി ശബരിമല വിഷയമാണ് കത്തിച്ചത്. അപ്പോ സ്ഥാനാർത്ഥികൾ വലിയ നന്മയുള്ള ആളുകളും വലിയ തിളക്കമുള്ളവരും വന്നതല്ല, ആളിക്കത്തിച്ച വിഷയത്തിന്റെ വലിയ അർത്ഥത്തിലുള്ള ഒരു ധ്രുവീകരണം കൃത്യമായി വന്നു. അത് UDFനെ കുറച്ച് പിന്നിലാക്കി, നിങ്ങൾ ചിലയിടത്ത് മുമ്പിലേക്ക് വന്നു. എന്നിട്ടും പന്തളത്തും പത്തനംതിട്ടയിലും ആകെ എണ്ണിയാൽ 2 നഗരസഭാ വാർഡുകളിൽ 19 വോട്ടുകൾ എന്ന ട്രോളിനും കാരണമായിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? അല്ല, പന്തളത്ത് SDP വിജയിച്ചത് എന്തുകൊണ്ടാണെന്ന് CPMൻ്റെ നേതാക്കൾ പറയട്ടെ. അവിടെ എങ്ങനെയാണ് SDP വിജയിച്ചത്? അവിടെ ആർക്കാണ് കൂടുതൽ നഷ്ടം വരുത്തിയത്? അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃത്യതയുള്ള തീരുമാനം എനിക്കൊന്നും CPM നേതാക്കൾക്ക് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ പന്തളത്ത് SDP ജയിച്ചു, നല്ല കാര്യം, അവർക്ക് വിജയിക്കാൻ കഴിയുമെങ്കിൽ വിജയിക്കട്ടെ. പക്ഷേ BJP മുന്നോട്ട് വയ്ക്കുന്ന തത്വശാസ്ത്രം, പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ വോട്ട് മാറുമോ എന്നുള്ള വിശ്വാസത്തിലല്ല. ഞങ്ങൾ ഇവിടെ അയ്യപ്പ ഭക്തന്മാരോടൊപ്പമാണ്, ഒരു വിശ്വാസത്തോടൊപ്പമാണ്. അതിന് വോട്ട് കുറഞ്ഞാലും കൂടിയാലും ഞങ്ങൾ ഈ വിശ്വാസത്തോടൊപ്പം നിൽക്കും. ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് 2 MP ആയിട്ടുണ്ട്, ഞങ്ങൾ വോട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ചില കാര്യത്തിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ പരാജയത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് മുന്നേറും. ഇവിടെയും ഞങ്ങൾ, പക്ഷേ ഇവിടെ സത്യത്തിൽ BJPക്ക് വിജയം തന്നെയാണ്. ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, ജനങ്ങൾ അംഗീകരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരുപക്ഷെ സാമ്പത്തികമായി ഉള്ള കഴിവുകേടും അത്തരത്തിലുള്ള സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും ഭരണകൂടത്തിൽ ശബരിമലയിൽ കത്തിച്ച് ഈ വലിയ സുവർണാവസരം ഉണ്ടാക്കുക, ആ സുവർണാവസരത്തിലൂടെ അവസാനം അവശേഷിക്കുന്ന ആളുകൾ ഞങ്ങളും ഭരിക്കുന്ന സർക്കാരും CPMഉം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അത് ആണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നത് എന്നെങ്കിലും ഇപ്പോൾ ഉറപ്പിക്കാനാകുമോ ശ്രീ ശിവശങ്കരൻ? എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ്റെ തന്ത്രമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഇവിടെ CPM അവരെ കൃത്യമായി ഇവിടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഒരു രാഷ്ട്രീയമായി ന്യൂനപക്ഷത്തെ കൂടെ നിർത്തുവാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു. അവർ അതിൽ കുറച്ചൊക്കെ വിജയിച്ചു. ഞങ്ങളുടെ ശ്രമം, ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ അയ്യപ്പ ഭക്തന്മാരോടൊപ്പം രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ ഇവിടെ കൂടെ നിന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലാൽ, നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറിയെന്നുകൊണ്ട് CPMൻ്റെ ഒപ്പം
ഈ കഴിഞ്ഞ ശബരിമല മുൻപ് വരെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എത്ര പേരാ ഒരു മനസ്സുകൊണ്ടെങ്കിലും ഇടതുപക്ഷത്തോട് വിട്ടത്? ഇന്ന് NSSന്റെ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞില്ലേ, ഇവിടെ എന്തുകൊണ്ട് ഈ ശബരിമല പ്രശ്നത്തിൽ CPM ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഇവിടുത്തെ സർക്കാരും ഇത്തരത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിക്കുന്നു? ഞങ്ങൾ അതിനെതിരാണ്, ഞങ്ങൾ ഒരു സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ ഞങ്ങൾ തൃപ്തരാകും. അപ്പോൾ NSS വിട്ടുപോകുന്നു. പന്തളം രാജകുടുംബാംഗങ്ങളൊക്കെ CPMന്റെയും CPIയുടെയും ഒരുപക്ഷെ സഹയാത്രികരായിരുന്നു, അവരുടെ ഇഷ്ടതോഴന്മാരായിരുന്നു, അവരും വിട്ടുപോകുന്നു. അങ്ങനെ CPMനോട് അടുത്ത് നിൽക്കുന്ന ഇടതുപക്ഷ ചായ്വുള്ള ഒരു മൃദു സമീപനമുള്ള എത്രയോ ആളുകൾ ഇന്ന് CPMൽ നിന്നും ഈ സംസ്ഥാന സർക്കാരിൽ നിന്നും വിട്ടുപോകുന്നു. ഇത് മനസ്സിലാക്കാതെ ഇത് ഞങ്ങളുടെ മനസ്സിലാക്കട്ടെ. പക്ഷേ ശ്രീ ശിവശങ്കരൻ, BJP എന്താണ് മനസ്സിലാക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. BJPയിൽ നാഴികയ്ക്ക് 40 വട്ടം ഈ ശബരിമല വിഷയം വന്നിട്ട് ഈ നിലപാട് മാറ്റിയത് ആരാണ്? ഏറ്റവും ഒടുവിൽ സമരം തന്നെ സന്നിധാനത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയതാണ് ഇന്ന് നിർവാഹക സമിതി യോഗത്തിൽ വലിയ വിമർശനമുണ്ടാക്കിയത്. ശ്രീധരൻപിള്ളയെ വിമർശിച്ച മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന വലിയ വാർത്തയാണ് ഇപ്പോഴുള്ളത്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ BJPയിൽ പോര് മുറുക്കുന്നു എന്നതല്ലാതെ CPMന് എന്ത് പഠിക്കാൻ? അല്ല, ഒന്ന് താങ്കൾ പറയുന്ന നിർവാഹക സമിതി യോഗം ഇന്നോ ഈ അടുത്തോ ഒന്നും നടന്നിട്ടില്ല. മുരളീധരൻ പറഞ്ഞ യോഗത്തിൻ്റെ മുഴുവൻ ക്യാപ്ചർ ഞാൻ കണ്ടതാണ്. അദ്ദേഹം നടത്തിയ പ്രസ് കോൺഫറൻസ്. അദ്ദേഹത്തിന് ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് BJPയിലെ ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തകരെങ്കിലും ഉദ്ദേശിക്കുന്നിടത്തോളം കാലം ഈ സമരത്തെ പുറകിൽ നിന്ന് പിൻവലിക്കുക. അല്ലാതെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മുഴക്കുന്ന ചോദ്യങ്ങൾ നിരന്തരം കേട്ടുകൊണ്ട് തന്നെയാണ് BJPയുടെ സകല നേതാക്കളും പ്രവർത്തകരും. അതായത് സമരത്തിന്റെ മുഖം ശബരിമലയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുന്നവർക്ക് ആത്മാർത്ഥതയില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് വായിച്ചെടുക്കേണ്ടത്. അല്ല, ശബരിമല വിഷയത്തിൽ BJPയുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും സുചിന്ത്യവും അചഞ്ചലവുമായിരുന്നു. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സമരങ്ങൾ ഈ വടശ്ശേരിക്കരയോ നിലയ്ക്കൽ വരെയോ മാത്രമാണ്. ഞങ്ങൾ ശബരിമലയിലോ പമ്പയിലോ സമരം നടത്താൻ താല്പര്യമെന്ന് വസ്തുനിഷ്ഠമായി ശ്രീധരൻപിള്ള സാറ് കൃത്യമായി എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രവർത്തകരും നേതാക്കളും പോകുന്നുണ്ടാവാം. BJP എന്ന രാഷ്ട്രീയ പാനൽ മുഖച്ച് നടത്തി. എന്തായാലും ശ്രീ ശിവശങ്കരൻ ഇപ്പോൾ പറഞ്ഞ വാചകങ്ങളിൽ ഒരു നിലപാട് കൂടിയാണ് ഇനി ശ്രീധരൻപിള്ളയുടേതായി വരാൻ ബാക്കിയുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും കൂടി പ്രതീക്ഷിക്കാം ഉടനെ. ഞാൻ തിരിച്ചു വരാം ശ്രീ ശിവശങ്കരൻ. ശ്രീ PM മനോജ്, അപ്പോൾ ഇന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ BJP വായിച്ചെടുക്കുന്നത് അവർ ഒരുക്കിയ സുവർണാവസരം കൈവശം വന്നിരിക്കുന്നു എന്ന് ആണെങ്കിൽ അത് ശരിയാണെന്ന് സമർത്ഥിക്കാനാകുമോ? അത് സമ്മതിച്ചു കൊടുക്കാനാകുന്നതാണോ? അല്ല, ഈ ശ്രീ ശിവശങ്കരൻ അദ്ദേഹം മാന്യമായി കാര്യങ്ങൾ പറയും എന്ന് ധരിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ തമാശ പറഞ്ഞു. ആ പറഞ്ഞ തമാശ കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ കാശ് കിട്ടാതെ, കാശില്ലാതെ വിഷമിക്കുന്നു എന്നാണ്. എന്തായാലും ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ BJPക്ക് കാശ് വന്നു എന്നും ഇവിടെ മെഡിക്കൽ കോളേജ് കോഴയുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് BJPക്കകത്ത് കാശ് കോടികളുടെ ഇടപാട് നടന്നതെന്നും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. ഒന്ന്, BJPക്ക് കാശില്ല എന്ന് പറഞ്ഞത്. രണ്ട്, കൊല്ലം ജില്ലയിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്ത്, അവിടെ കുന്നിക്കോട് നോർത്ത് വാർഡ്, അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൂട്ടത്തിൽ അതും ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ മത്സരിച്ചത് ലീന റാണിയാണ്. ഈ ലീന റാണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ലീന റാണി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി. BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. SDPI പരസ്യമായി ലീന റാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് കൊല്ലം ജില്ലയിൽ പിന്നെ ലീന റാണി ജയിക്കുന്നത്. അപ്പോൾ അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചത്. അതായത് CPMനെതിരെ LDFനെതിരെ വിശാലമായ സഖ്യം ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ്. വിളക്കുടി കുന്നിക്കോട് നോർത്ത് വാർഡിൽ കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ലീന റാണിയെ ഇത്തവണ കോൺഗ്രസ് വേഷത്തിൽ നിർത്തുകയും ആ സ്ഥാനാർത്ഥിക്ക് പരിപൂർണ പിന്തുണ BJPയും SDPIയും നൽകുകയും ചെയ്ത അവസ്ഥ ഇതാണ് കേരളത്തിൽ. എന്നിട്ടോ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നവരാണല്ലോ ഇതുപോലെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടത്. കേരളത്തിൽ ഇതാ ഇടതുപക്ഷത്തെ വിശ്വാസികൾ വലിച്ചെറിയാൻ പോകുന്നു. ഇനി ഇടതുപക്ഷത്തിന് ഭാവിയില്ല. ആർക്കാ ഭാവി? BJPക്ക് മാത്രം ഭാവി. ഇവർ വിളിച്ചു പറഞ്ഞില്ലേ? എന്നിട്ടോ അത് തെളിയിക്കുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ഉപ്പുവെച്ച കലം പോലെയാവുകയാണ്.
രാമൻ നായർ പോയതും പ്രമീളാദേവി പോയതും പിന്നെ കുറെ കോൺഗ്രസ്സുകാരിതാ വരുന്നു, രാത്രി RSSും പകല് കോൺഗ്രസ് ആയിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇനി പകലും രാത്രിയും RSS ആകാൻ പോകുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ സമരത്തെക്കുറിച്ച് BJP പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ആ സമരം വിശ്വാസികളുടെ സമരമാണ്, ഞങ്ങളല്ല കർമ്മസമിതിയാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ കർമ്മസമിതിക്ക് വേണ്ടി കോടികൾ പിരിച്ചെടുക്കുക എന്നുള്ള വാർത്തയാണ് വേറെ വരുന്നത്. അതൊരു ഭാഗത്ത് നടക്കട്ടെ. എന്തായാലും ഈ സമരത്തിൻ്റെ പേരിൽ ഇവർ ഇതുവരെ പല പല പരിപാടികളും നോക്കി. തലശ്ശേരി കലാപം ഉണ്ടാക്കി, അതിനുശേഷം നിലയ്ക്കൽ പ്രശ്നം ഉണ്ടാക്കി, നിരവധി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അതൊന്നും വിജയിക്കാത്തിടത്ത് ഈ ശബരിമലയിലെ സുപ്രീം കോടതി വിധിയുടെ ചെലവിൽ കേരളത്തിൽ അങ്ങ് പിടിച്ച് കയറിക്കളയാം എന്ന ധാരണയായിരുന്നു BJPക്ക്. ആ ധാരണ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം അവർ നടത്തി. അതിൻ്റെ പരിക്ക് കോൺഗ്രസിന് ഏറ്റു. അതായത് ഇപ്പോൾ ഈ BJP വല്ല തരത്തിലും തടിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ചെലവിലാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിന് വോട്ട് കുറയുന്നു, BJP നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് ഏക MLA എത്തിക്കാൻ കഴിഞ്ഞ നിയമമണ്ഡലത്തിൽ നടന്ന അതാണല്ലോ. അവിടെ വിരിഞ്ഞ താമര കോൺഗ്രസിൻ്റെ ചെളിക്കുളത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നതിൻ്റെ സൂചനയായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാം. പക്ഷേ ഇവർ ഉണ്ടാക്കുന്ന ഈ ബഹളവും അതുപോലെ വിശ്വാസത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഇവർ നടത്തുന്ന ശ്രമവും അത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. സാധാരണ ജനങ്ങൾ ഈ പറയുന്ന ഏതായാലും ആ നിലപാട് പറഞ്ഞുകൊണ്ട് 4 വോട്ടിന് വേണ്ടി മാറ്റാനുള്ളതല്ല ഞങ്ങളുടെ നിലപാട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. ആ നിലപാടിനൊപ്പമാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ എന്ന് തെളിയിക്കുന്നത് കൂടിയാണ്. ഇത് പാഠം പഠിക്കുന്നത് കോൺഗ്രസ്സാണ്, ശ്രീ സുരേഷ് ബാബുവിൻ്റെ പാർട്ടിയാണ്. കാരണം ഇതുപോലെ ഇപ്പം നിയമസഭയിൽ കണ്ടില്ലേ, 2 ദിവസമായി ബഹളമാണ്. നിയമസഭയുടെ സമ്മേളനം നടത്താൻ അനുവദിക്കുന്നില്ല. അവിടെ ചോദ്യോത്തര വേള പോലും പാടില്ല. ചോദ്യോത്തര വേള എന്ന് പറയുന്നത് സാധാരണ അംഗങ്ങൾക്ക് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് സഭയുടെ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അവസരമാണ്, അപൂർവ അവസരമാണ്. ആ അവസരം പോലും നിഷേധിച്ചുകൊണ്ട് നിയമസഭയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം പോലും നിർവഹിക്കാൻ വിടാതെ എന്താ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നില്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് ഒരു വിധിയും പുറപ്പെടുവിച്ചില്ലല്ലോ. വിധി പുറപ്പെടുവിച്ചത് ഈ ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ്. ആ കോടതി വിധി നടപ്പാക്കുക എന്ന പ്രാഥമികമായ ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്ന സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിശ്വാസത്തിന്റെ പേരിൽ 4 വോട്ട് തങ്ങൾക്കും പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന അഭ്യാസം കോൺഗ്രസും നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവർ ശ്രദ്ധിക്കേണ്ടത് രമേശ് ചെന്നിത്തലയെ പിടിച്ചു നിർത്താൻ ശ്രദ്ധിക്കണം. നാളെ ചാടിപ്പോകുന്നത് രാമൻ നായരുടെ പിന്നാലെ പോകുന്നത് ചെന്നിത്തലയാകുമോ? അദ്ദേഹത്തിന്റെ നിലപാടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ നിലപാടുകൾ അതാണ് തെളിയിക്കുന്നത്. പോകുമോ? ശ്രീ PM മനോജിനും ഇടതുപക്ഷത്തിനും CPM-നും ഒക്കെ ഇന്നത്തെ ദിവസം ഇത് പറയാനുള്ള ഊർജം കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ജനങ്ങളുടെ വിധി, ജനവികാരം കഴിഞ്ഞ 1 മാസത്തിലേറെയായി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടായ രാഷ്ട്രീയം, ആ സമരങ്ങളൊക്കെ കൊടിയില്ലാതെ പോലും കോൺഗ്രസ്സുകാർ പോലും ആ സമരത്തിന്റെ പിന്നാലെ പോയി ഇടതുപക്ഷത്തെയും സർക്കാരിനെയും വിമർശിച്ചതിന് അവർക്ക് ജനങ്ങൾ കൊടുത്ത അംഗീകാരം, ജനങ്ങളുടെ റേറ്റിംഗിൽ ഇന്ന് 1ാമത് ഇടതുപക്ഷമെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ദിവസം മറുപടി പറയേണ്ടി വരുന്ന ഒരു വിഭാഗം UDF-ഉം കോൺഗ്രസുമാണ്. ഈ സമരത്തിൽ BJP-യോട് മത്സരിച്ച് രഥയാത്ര നടത്താൻ പോയവരും അല്ലെങ്കിൽ യാത്ര നടത്താൻ പോയവരും ഈ നിയമസഭയിൽ ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചവരുമൊക്കെ അതിൽ ഇപ്പോൾ തെറ്റ് പറ്റി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ കോൺഗ്രസിന്? ഞാൻ ശ്രീ പിണറായി വിജയന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. 2 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ നിലപാട് മാറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് ശ്രീ പിണറായി നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് തന്നെ ആവർത്തിക്കുന്നു. 2 വോട്ടിന് വേണ്ടി ഒരു നിലപാട് മാറ്റം വരുത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമല്ല. ശ്രീ PM സുരേഷ് ബാബു, ശബരിമലയിലെ വിഷയം വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കിനേക്കാൾ നിങ്ങൾ കേട്ടത് അമിത്ഷായുടെ വാക്കുകൾ എന്ന ഒരു അപവാദം നിങ്ങൾക്ക് നേരെ ഉണ്ടായി. ഇപ്പോൾ ഈ ജനവികാരം വന്നപ്പോൾ അവിടെയും നിങ്ങളുടെ നേതാക്കളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അവിടെയും പിണറായി വിജയന്റെ വാക്കുകളാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് യാതൊരു ആശയക്കുഴപ്പവും ഇത്തരം കാര്യങ്ങളിലില്ല. ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ജനങ്ങളുടെ ഈ ആചാരാനുഷ്ഠാന നടപടികൾ നടപ്പാക്കുന്നതിനാവശ്യമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്
ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റും ബഹുമാനപ്പെട്ട നിയമസഭാ കക്ഷി നേതാവും ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം എന്താണ്, വിശ്വാസ സമൂഹത്തിൻ്റെ താല്പര്യം എന്താണ് എന്നവരെ ബോധ്യപ്പെടുത്തി. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തിലെ പാർട്ടി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് അനുവാദം തരികയാണ് ചെയ്തത്. അത് നടന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് അതൊരു അളവുകോലാണ് എന്ന് കരുതാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്ന് എനിക്കറിയാം. അത് നിങ്ങൾ നടത്തിക്കോളൂ. നിങ്ങൾക്ക് അതിനകത്ത് എല്ലാവിധ സ്വാതന്ത്ര്യവും. ഈ ജനവിധിയെ ഇപ്പോൾ BJP വായിച്ചതുപോലെ അവർ ശബരിമലയിൽ നടത്തിയ സുവർണ അവസരം തേടലിന്റെ ഒരു ഫലം കണ്ടു എന്ന് ശുഭപ്രതീക്ഷയോടുകൂടി ശ്രീധരൻപിള്ള ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ വകവെക്കുന്നില്ല, ഞങ്ങളത് കാണുന്നതേ ഇല്ല ഈ ഘട്ടത്തിൽ എന്ന് പറയാനാണോ തോന്നുന്നത്? അല്ല, ഞാൻ എന്താന്ന് പറയാം, ഞാൻ അങ്ങോട്ട് പറയാം. കാരണം കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയും കുറച്ചൊക്കെ LDFും കൂടി കേരളത്തെ ഒരു രണ്ട് തട്ടിലുള്ള രാഷ്ട്രീയമാക്കി മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP വേഴ്സസ് LDF എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റണം. കോൺഗ്രസിനെ ആ കാര്യത്തിൽ അപ്രസക്തമാക്കണം. അതാണല്ലോ ഒരാവശ്യവുമില്ലാതെ ശ്രീ മനോജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതിന്റെ വിരോധമൊന്നുമില്ല. കാരണം ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതൊക്കെ കേൾക്കാനൊക്കെ ബാധ്യസ്ഥരാണ്. ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങൾ ഒരുപാട് നേരത്തെ കേട്ടിട്ടുണ്ട്. ആ കേട്ട കാലഘട്ടത്തിലൊക്കെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയങ്ങൾ എന്താണ്, ഏതു തരത്തിലാണ് വിധി എഴുതിയതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇവിടെ ശ്രീ ശിവശങ്കർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇടതുപക്ഷവും BJPയുമായ ഒരു മത്സരത്തിലേക്ക് കേരളത്തെ മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞതല്ലേ. ഈ തെരഞ്ഞെടുപ്പ് വിധിയോടുകൂടി അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തി എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. 11 സീറ്റ് കിട്ടിയ UDF ഒരിടത്തുമല്ല 4 സീറ്റ് കിട്ടിയ, അല്ലെങ്കിൽ 2 സീറ്റ്, 4ആണോ 2ആണോ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല പെട്ടെന്ന്. 4 സീറ്റുള്ള BJP, 2 സീറ്റുള്ള BJP ആണ്. ആ BJP ആണ് ഇടതുപക്ഷത്തിനുമായിട്ട് നേരിട്ട് മത്സരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രീ ശിവശങ്കരനും ആ പാർട്ടിക്കുമല്ലാതെ മറ്റൊരു പാർട്ടിക്ക് കഴിയില്ല. 11 സീറ്റുണ്ട്, 11 സീറ്റുമായിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ സീറ്റിനേക്കാൾ കുറച്ച് കുറവുണ്ട്. അത് സത്യമാണ്, അത് വസ്തുതയാണ്. പക്ഷെ BJPക്ക് നിങ്ങളുടെ 2 സീറ്റുകളാണ് പിടിച്ചെടുക്കാനായത് എന്നത്, നിങ്ങൾ 1ാം സ്ഥാനത്തുണ്ടായിരുന്നിടത്ത് നിന്ന് നിങ്ങളെ 3ാം സ്ഥാനത്തേക്ക് മാറ്റി 2ാം സ്ഥാനത്ത് വരാൻ അവർക്കായി എന്നത്, അല്ലെങ്കിൽ നിങ്ങൾ 2ാമതായിരുന്നിടത്ത് നിങ്ങൾ വീണ്ടും പിന്നിലേക്കാക്കാൻ അവർക്കായി എന്നത്, അവർ ആരുടെ ഇടമാണ് കവരുന്നത് എന്നത് മനസ്സിലാക്കുന്നുണ്ടോ കോൺഗ്രസ്? അല്ല, ഈ ഇടം കവരാൻ അവർക്ക് വെളിച്ചം വീശിക്കൊടുക്കുന്നത് ഇടതുപക്ഷവും ശ്രീ പിണറായിയുമാണ്. അവർക്ക് ആ രാഷ്ട്രീയം ഇന്ന് മനസ്സിലാവില്ല. ഓരോ കാലഘട്ടത്തിലെയും രാഷ്ട്രീയം 10ഉം 20ഉം വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ടോ മാത്രമേ ഇടതുപക്ഷവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കുകയുള്ളൂ. ഇന്ന് ഡൽഹിയിൽ ഈ കൂട്ടർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശ്രീ യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത്. ആ യാഥാർത്ഥ്യം പോലും കാണാതെയാണ് കേരളത്തിൽ BJPക്ക് വളരാനുള്ള അവസരം ഈ ശബരിമല വിഷയത്തിൽ യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒരേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ അവർക്ക് ഒന്നിച്ച് തന്നെയാണ് അവർ ആ കാര്യത്തിൽ നിൽക്കുന്നത്. യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഇപ്പൊ ഇന്ന് കർഷകരോട് കാണിച്ച ഈ ഗവൺമെന്റ് കാണിച്ച ദ്രോഹത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഒരേ വാക്കുകൾ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് ശബരിമല വിഷയം വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ കളഞ്ഞ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ തള്ളി അമിത്ഷായും RSSും BJPയും ഒക്കെ എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം പോകുന്നതിനെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. ഞങ്ങളൊക്കെ ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളാണെന്ന് ഞാൻ ലാവലിനെ കുറിച്ച് പറയണോ? ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് താങ്കൾ എന്ന് പറയാൻ എന്റെ നാവ് സമ്മതിക്കുന്നില്ല. എനിക്ക് അങ്ങേ അറിയാം. എനിക്ക് അങ്ങക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ്. അതിനേക്കാൾ കൂടുതൽ കഴിവുള്ള ആളാണ് ശ്രീ PM മനോജ്. നിങ്ങൾ രണ്ടുപേരുടെയും കഴിവിനെ ഞാൻ ഒരിക്കലും കുറച്ചു കാണിക്കില്ല. പക്ഷേ കേരളത്തിൽ കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെ ആയി.
വളരെ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും മുദ്രാവാക്യം സുരേഷ് ബാബു അത് മനസ്സിലാക്കി രക്ഷപ്പെടേണ്ടത്, തന്ത്രങ്ങൾ ഒരുക്കേണ്ടത് ആരാണ്? കോൺഗ്രസിനെ രക്ഷിക്കാൻ CPM തന്ത്രം ഒരുക്കി നിങ്ങളോടൊപ്പം നിൽക്കണമോ? അതോ മാധ്യമങ്ങൾ ഞങ്ങൾ കാണിക്കാം 2019 മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പ് വരട്ടെ, കാണിക്കാം. വെല്ലുവിളിയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരട്ടെ, ഞങ്ങൾ കാണിക്കാം. ഈ ശ്രമം BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പരിശ്രമത്തിനെ അതിജീവിച്ച് ഫിനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് പറന്നുയരുന്നത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ, വിശകലനം ചെയ്താൽ 2019 മാർച്ചിൽ ഇന്ത്യ ഭരിക്കാൻ ഞങ്ങൾ വരുന്നത് വെല്ലുവിളിച്ച് കാണിച്ചു തരാമെന്ന് ഈ ചർച്ചയിൽ പറയുന്ന താങ്കൾക്ക് കേരളത്തിൽ ഞങ്ങൾ ഇടതുപക്ഷത്തിന് ഒരു ബദലായി നിൽക്കേണ്ട പാർട്ടി എന്ന നിലയിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടോ? അത് നോക്കിക്കോളൂ എന്ന് വെല്ലുവിളിക്കാൻ താങ്കൾക്കാകുന്നില്ല. അവിടെ BJP രണ്ടാമതെത്തുന്നു എന്ന് പറഞ്ഞ് അവർ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിക്കൊപ്പം ഞങ്ങൾക്ക് അവിടെ ഉണ്ട് എന്ന് പറയാൻ ആകുന്നില്ല. 2019 മാർച്ചിൽ ഇന്ത്യ ഭരിക്കുന്നത് കണ്ടോളൂ, അത് കാണിക്കാൻ ഞങ്ങൾക്കാകാം. പക്ഷെ കേരളത്തിൽ ഈ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പുറകിൽ തന്നെയാണ് എന്ന തുറന്നു പറച്ചിലാകുന്നില്ലേ അത്? ലാൽ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ തുടക്കം മുതൽ ലാലുമായി ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കാലം മുതൽ ഞാൻ എടുക്കുന്ന ഒരു സമീപനം അങ്ങേക്കറിയാമല്ലോ. നമ്മൾ ഒരു തോണിയിൽ യാത്ര ചെയ്യേണ്ടുന്നവരാണ്. ഒരു തോണിയിൽ, രണ്ട് തോണിയിൽ കാല് വെക്കേണ്ടവരല്ല. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടതുപക്ഷം ഇന്ന് സ്വീകരിക്കുന്ന നിലപാടല്ല. കടുത്ത വർഗീയ ചുവയുള്ള BJP RSS രാഷ്ട്രീയത്തെ ചെറുത്ത് തോൽപ്പിക്കേണ്ട സംവിധാനമാണ്. അതുകൊണ്ട് ഒരു വാക്കുപോലും ഇടതുപക്ഷത്തെ ക്ഷീണിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങൾ പറയില്ല. ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കുക. പക്ഷെ അത് മനസ്സിലാക്കാത്തത് PM മനോജും PM മനോജിന്റെ പാർട്ടിയുമാണ്. അവർ ഓരോ ദിവസവും കുത്തുന്നത് കോൺഗ്രസിനെയാണ്. എന്നോട് മറ്റു ചർച്ചകളിലും പറയുന്നത് അവർ BJPയോടും ഇതുപോലെ പറയാൻ തയ്യാറല്ല. അങ്ങിപ്പോൾ ഇടതുപക്ഷത്തെ തള്ളാൻ തയ്യാറല്ല എന്ന് പറയുന്നത് പോലെ BJPയെ തള്ളി പറയാൻ അവരും തയ്യാറാകുന്നില്ല. ചിലരൊക്കെ BJPക്കൊപ്പം പോയി എന്ന് ശ്രീ PM മനോജ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ് എന്നും എടുക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. ചിലരെ തള്ളില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാകുന്ന പരാമർശം ഞാൻ നടത്തണ്ട എന്ന് വിചാരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ ആവർത്തിച്ച് വിശ്വനാഥ മേനോൻ എവിടെ? കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ എവിടെ? എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിങ്ങനെ ചർച്ച ചെയ്ത് എന്ത് നേട്ടം കിട്ടാനാണ് CPM-ന്? വേദന മനസ്സിലാവുന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീ PM സുരേഷ് ബാബു, ശ്രീ ശിവശങ്കരൻ, കോൺഗ്രസിനെ എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്കായി എന്ന ഈ ഘട്ടത്തിൽ അവരുടെ നിലപാട് മാറാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല ഈ ശബരിമല വിഷയത്തിൽ എന്നത്. പക്ഷെ അപ്പോഴും നിങ്ങളുടെ നിലപാട് ഇന്നത്തെ ദിവസം, ഈ രാത്രി, ഈ സമയത്ത് എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീധരൻ പിള്ള ഇന്ന് വീണ്ടും ഈ ഗ്രൂപ്പ് പോരിനൊടുവിൽ പറയുന്നത് ശബരിമലയുടെ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, സന്നിധാനത്തെ സമരത്തെക്കുറിച്ചാണ് പറയുന്നത്, ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയാണ്? ആത്മാർത്ഥതയുള്ളവർ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന് മുരളീധരൻ പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. സമരം അവസാനിപ്പിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന പ്രഖ്യാപനം ശ്രീധരൻ പിള്ള നടത്തിയതിനു ശേഷം അങ്ങനെ ശ്രീധരൻ പിള്ളയെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത് ആരാണ് ഈ ഘട്ടത്തിൽ? ശ്രീധരൻ പിള്ളയെ സമ്മർദ്ദത്തിലാത്തുവാൻ എനിക്ക് തോന്നുന്നില്ല. ഇന്ന് കോടിയേരി ബാലകൃഷ്ണനും സാക്ഷാൽ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും പറ്റില്ല എന്ന്. കാരണം ഞങ്ങൾ കൃത്യമായി ഒരു രാഷ്ട്രീയമായ അജണ്ടയുടെ ഭാഗമായിട്ട് ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. ഇന്ന് ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുന്നത് CPM-നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പ് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. ഒറ്റ കാര്യം കൂടി. ആലപ്പുഴ ജില്ലയിൽ 2 സീറ്റ് വിജയിച്ചു. പിന്നെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ ജില്ലയിലും തൃപ്പൂണിത്തുറ, തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാട് വാർഡ്, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കുട വാർഡ്, തൃത്താല പഞ്ചായത്ത് വാർഡ് എന്നിങ്ങനെ നീണ്ട ലിസ്റ്റ് ഞാൻ വായിക്കാം. BJP 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ CPM വേഴ്സസ് BJP എന്നുള്ള ഇലക്ഷൻ ഒരു 2 pronged സ്ട്രാറ്റജിയിലേക്ക് വന്നിരിക്കുന്നു. 2,
മുരളീധരൻ ഒരു പ്രസ്താവന ഇറക്കിയതിൻ്റെ ഒരു കട്ട് ഫേസ് എടുത്തിട്ട് BJP-യിൽ ഒരു വലിയ ഗ്രൂപ്പ് യുദ്ധം ഉണ്ടായെന്നൊന്നും പറഞ്ഞ ഇത് എത്രയോ വർഷങ്ങളായി. പണ്ട് KG മാരാരും O രാജഗോപാലും ധ്രുവ ഗ്രൂപ്പിലായിരുന്നു. അതിനുശേഷം PP മൂന്നനും CK പത്മനാഭനുമായിരുന്നു. അങ്ങനെ നിരന്തരം പിന്നെ കൃഷ്ണദാസും ഇദ്ദേഹം കുമ്മനം രാജശേഖരൻ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ നിയന്ത്രണം CPM-ലെ ഒരു ഫ്രാക്ഷൻ അത് രാഷ്ട്രീയമായും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ ഇറക്കുന്നു എന്നല്ലാതെ BJP-ക്കകത്ത് ഇത്തരത്തിലുള്ള യാതൊരു ഗ്രൂപ്പ് പോലും ഇല്ല. ഞങ്ങൾ കൃത്യമായി ഇവിടെ ഈ കാര്യത്തിൽ BJP-ക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നമ്മൾ വേറെ ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല. അങ്ങ് എത്ര ഈ ചർച്ചയിൽ പറഞ്ഞാലും BJP-യുടെ ഈ RSS-ന്റെ നിലപാട് ആർക്കാണ് അനുകൂലം, RSS നിലപാടിനെ ആരാണ് അട്ടിമറിച്ചത്, ആരാണ് ശബരിമലയിൽ സംഘർഷം നടത്താൻ അങ്ങോട്ടേക്ക് RSS-ന്റെ നിർദ്ദേശം പോലും മറികടന്ന് പോയത്, അതൊക്കെ ഏത് തരത്തിൽ വിശ്വാസികളെയും കേരളത്തിലെ ജനങ്ങളെയും ഈ സംഘപരിവാരത്തിൽ നിന്ന് അകറ്റി എന്ന പരാതി ആർക്കാണുള്ളത്, അവർ കേന്ദ്ര നേതൃത്വത്തെ ഇത് അറിയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ, ഇതൊക്കെ ആർക്കാണ് അറിയാത്തത്? കേരളത്തിൽ BJP-ക്കാർ തന്നെ ഇത് മാധ്യമങ്ങൾക്ക് നൽകുന്ന വാർത്തയാണെന്നുള്ളത് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ ആ കാര്യത്തിൽ ഇനി തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ നിന്ന് ഇപ്പോ ഈ സമരത്തിന്റെ പിന്നോട്ട് പോക്കിൽ നിന്ന് BJP-യുടെ ഗ്രൂപ്പിസം കൂടുതൽ ശക്തമാകുന്ന കാഴ്ച കേരളത്തിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ സുവർണ അവസരത്തെ അട്ടിമറിക്കുമോ? ലാലെ, ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, CPM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ വേണമെങ്കിൽ ഇത് ഗ്രൂപ്പ് വഴക്കാണെന്ന് ആശ്വസിച്ച് തങ്ങളുടെ ഒരു സ്വപ്നപാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷേ ഇവിടെ ജനങ്ങൾ CPM-ന്റെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ പൊതുവെയുള്ള ജനങ്ങൾക്ക് ഒരു ഇടതുപക്ഷ മനസ്സ് എന്ന് CPM വിശ്വസിക്കുന്ന ഒരു നവോത്ഥാന മനസ്സുണ്ടായിരുന്നു. ആ ഒരു മൃദു ഇടതുപക്ഷ മനസ്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു നവോത്ഥാന മനസ്സ് ഇന്ന് കൃത്യമായി BJP-യുടെ ഒപ്പമായിരിക്കുന്നു. പൊതുവെ ജനങ്ങൾ ഒന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. CPM-ന്റെ ഒപ്പം നിൽക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ, ബുദ്ധിജീവികളും അതേപോലെ സാംസ്കാരിക പ്രവർത്തകരും ഇന്ന് BJP-യുടെ ഒപ്പം മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ഗ്രാമങ്ങളിൽ പോലും നഗരങ്ങളിൽ പോലും സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപക്ഷെ BJP-ക്ക് ഇതുവരെ കിട്ടാത്ത ഒരു വലിയ പെർസെൻറ്റേജ് വോട്ട് മാറി എന്ന് സമ്മതിക്കാത്ത തരമില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ സുരേഷ് ബാബുവിൻ്റെ ആ പ്രേമാഭ്യർത്ഥന എത്ര മനസ്സുരുകി അദ്ദേഹം ഈ മനോജിനോട് പറയണേ, ഇത്ര കരിങ്കല്ലാവരുത് മനസ്സ് മനോജി, താങ്കൾ ആ കേൾക്കണം. ഇടതുപക്ഷത്തോട് ചേർന്നുകൊണ്ട് അദ്ദേഹം ഒരു റോസപ്പൂ തന്നില്ല എന്നേ ഉള്ളൂ, ബാക്കി എല്ലാം നൽകിയിരിക്കുന്നു, ഒരു പ്രേമാഭ്യർത്ഥന നൽകിയിരിക്കുന്നു ഇടതുപക്ഷത്തിനോട്. നിങ്ങളത് കേൾക്കണം. ഏതായാലും അന്താരാഷ്ട്ര തലത്തിലും നാഷണൽ ലെവലിലും CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിൽക്കാൻ പോവുകയല്ലേ. ഈ കേരളത്തിലും ആ കുഞ്ഞനിയന്മാരെ ഒന്ന് രക്ഷിക്കൂ. ആ കാഴ്ച നമുക്ക് വിലയിരുത്താം. പക്ഷേ ഈ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചതുപോലെ നിലപാട് നാഴികയ്ക്ക് 40 വട്ടം മാറ്റുന്നവർ കേരളത്തിന്റെ സമാധാനം കെടുത്തുന്നതാണ് വലിയ ചർച്ചയാകേണ്ടത്. അത് തിരിച്ചടിയായി മാറുന്നു എന്നത് രണ്ടാം സ്ഥാനത്തെത്തിയ അവകാശവാദം ഉന്നയിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ വാദം നടത്തുന്ന താങ്കൾ BJP കേരളത്തിനെ വീണ്ടും അവഹേളിക്കുകയാണ്. ജനവികാരം എന്താണ് എന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, പന്തളത്തും പത്തനംതിട്ടയിലും ഉൾപ്പെടെ. അത് മനസ്സിലാക്കി ശബരിമലയെ വെറുതെ വിടേണ്ടതാണ് എന്ന ആ അഭ്യർത്ഥന, ജനങ്ങളുടെ അഭ്യർത്ഥന, റോസാപ്പൂ ഒന്നുമില്ലെങ്കിലും കേണ് പറയുന്ന കേരളത്തിന്റെ അഭ്യർത്ഥന BJP കേൾക്കുമോ? ഒന്ന് നോക്കൂ ലാലെ, സത്യത്തിൽ ജനങ്ങളുടെ വിടൂ. നിങ്ങൾ സുപ്രീം കോടതിയുടെ അപാരമായ സ്നേഹത്തിന്റെ സുപ്രീം കോടതിയെ സ്നേഹിച്ചങ്ങ് വഷളാക്കിയിരിക്കുകയാണല്ലോ. 2 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നല്ലോ, താങ്കളും വായിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ ഹൈക്കോടതി ഓർഡർ? ശരിക്കും പറഞ്ഞാൽ ഈ സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും വലിച്ചു കീറി മരത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടല്ലേ പോയത്. അതിൽ ഏതെങ്കിലും ഒരു പേജിൽ ഈ CPM-ന് എടുത്തു പറയാവുന്ന ഒരു മാന്യമായ ഒരു ഇതുണ്ടോ? അവിടെ പോലീസ് എക്സസ് പവർ ഉപയോഗിച്ചു എന്നല്ലേ പറഞ്ഞേക്കണേ. എന്തിനാ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്? അത് പിരിച്ചുവിട്. 3 ജഡ്ജിമാരെ ഒരു IPS ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ ചുമതല ഈ സംസ്ഥാനത്തെ ഹൈക്കോടതി, അവിടുത്തെ ഹൈപ്പവർ കമ്മിറ്റി ഏൽപ്പിച്ചില്ലേ? അതും പോരാഞ്ഞിട്ട് അവിടെ ഹൈക്കമ്മീഷണറായി ആലപ്പുഴയിലെ ജില്ലാ ജഡ്ജ് കൃഷ്ണൻ നായരെ ഏൽപ്പിച്ചില്ലേ? ഇനി എന്താണെന്ന് അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പടി അടിച്ചു സുരക്ഷാ നടപടികൾ എടുത്തതിനൊക്കെ എത്ര തവണ ഏത് പേജിൽ നിരോധനാജ്ഞ വീണ്ടും നീട്ടിയിട്ടുണ്ട്.
അയ്യോ അല്ല ലാലെ, ലാലൊന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ ഞാൻ ഒരു ലൈൻ വേണേ ഞാൻ വായിക്കാം. ലാലെ സമ്മതിക്കെങ്കിൽ ഒരു ലൈൻ ഞാൻ വായിക്കാം. താങ്കൾ ഒന്ന് സൂചിപ്പിച്ചോളൂ. The government official, particularly the police access, is sought to the departed, then content that there was somebody simply dancing to the tune to the government and the government virtually taken over the Shabarimala pilgrim, for which they do not have any power, authority, control or any manner under the law, including the Travancore Hindu Religious Act. ഇതാണ് ഫസ്റ്റ് പേജിൽ പറഞ്ഞേക്കണേ. എത്രയോ പേജ് ഞാൻ മാർച്ച് എഴുതി വെച്ചേക്കുന്നു. അപ്പൊ ഈ ഓർഡർ വായിക്കാൻ ചേട്ടൊന്നും ആയിരിക്കില്ല. 45 പേജ് ഉള്ളതിൽ എവിടെയെങ്കിലും ഒരു വാചകമെങ്കിലും ആകെ പറഞ്ഞേക്കുന്നത് KSRTC വണ്ടി കൃത്യമായിട്ട് ഓടിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രം അവരോട് പറഞ്ഞിട്ടുണ്ട്. അന്നദാനം കൃത്യമായിട്ട് മാത്രമാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതി അംഗീകരിച്ചതെങ്കിൽ ശ്രീ PM മനോജ്, അപ്പോൾ അതല്ലാണ്ട് ഈ കാര്യത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ ഒരു താക്കീതും BJPക്ക് നൽകുന്നില്ല എന്ന് ചാനൽ ചർച്ചയിൽ പറയുന്നുണ്ടെങ്കിലും അവരുടെ സമരത്തിലെ നിലപാട് മാറ്റം, അധ്യക്ഷന്റെ പ്രസ്താവനകളിൽ കാണുന്ന ഒരു ആത്മവിശ്വാസ കുറവ്, ഇതൊക്കെ എങ്ങനെ വിലയിരുത്തും CPM? അല്ല, BJPയുടെ കാവട്ടി എന്താണെന്ന് ശ്രീ ശിവശങ്കരൻ ഇപ്പോൾ പറഞ്ഞു. സുപ്രീം കോടതി വിധി 12 വർഷം സുപ്രീം കോടതി പരിശോധിച്ച് എത്തിയ വിധി അവിടെ നിൽക്കട്ടെ. ഇന്നലെ ഹൈക്കോടതി പറഞ്ഞതാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതി പറഞ്ഞതിലോ വളരെ പ്രധാനപ്പെട്ട നിരോധനാജ്ഞ ഇന്ന് നീട്ടി. ആ നിരോധനാജ്ഞ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവർ ഈ പുറത്ത് ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിനെതിരെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് അദ്ദേഹത്തിന് പറയട്ടെ, അതിലെ ചർച്ച മാറ്റിമറിക്കുക എന്നുള്ള അവരുടെ രീതിയാണ്, അത് നടക്കട്ടെ. ഞാൻ പറയുന്നത് സുപ്രീം കോടതിയും ഭരണഘടനാ ബെഞ്ചും അവിടെ നിൽക്കട്ടെ. ഹൈക്കോടതിയാണ് ഞങ്ങൾ പറയുന്നത്. ഹൈക്കോടതി 45 പേജിൽ, അതായത് അവർക്ക് സൗകര്യമുള്ള 2 പേജാണ് പ്രധാനം എന്ന് പറയുന്ന കാപട്യം, ആ കാപട്യം തന്നെയാണ് ഈ കാര്യത്തിലാകെ. യഥാർത്ഥത്തിൽ ഇതിൽ BJPക്ക് ലാഭമില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. BJP പിന്നെ തെറ്റായ എന്തെങ്കിലും പാഠമാണ് പഠിക്കുന്നതെന്നും പറയാൻ കഴിയില്ല. കാരണം അവരുടെ ഉദ്ദേശം ശബരിമലയുടെ പേരിൽ കേരളത്തിൽ കലാപമുണ്ടാക്കാൻ തന്നെയായിരുന്നു. അവിടെ സംഭവിച്ചത് അവരുടെ ഉദ്ദേശം, ആ ഉദ്ദേശത്തിന് അവർ മാറിയത് കൊണ്ടല്ല, ആ ഉദ്ദേശത്തിന് പിന്നാലെ പോകാൻ അവരുടെ പ്രവർത്തകരെ പോലും കിട്ടുന്നില്ല. വലിയ വായിൽ ബഹളം വെച്ചിട്ട് അവിടെ ശബരിമല കയറി ചെന്ന് ശബരിമലയിൽ നെടുമ്പാശ്ശേരി, പിന്നെ ശബരിമലയിൽ, പിന്നെ നെടുമ്പാശ്ശേരി, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ K. സുരേന്ദ്രൻ അഭിനയിച്ചത്. അല്ലെങ്കിൽ ഈ നാടകത്തിന്റെ ഏറ്റവും മുന്നിൽ നിന്ന് അഭിനയിച്ചത്. എന്താ സ്ഥിതി? സുരേന്ദ്രനെ പിടിച്ചങ്ങ് അകത്തിട്ട് ഈ ചെയ്ത കുറ്റം ഒരുപാട് കുറ്റങ്ങളാണ്. ഇവരെല്ലാം ക്രിമിനലുകളാണല്ലോ. ആ ക്രിമിനലുകളിൽ ഒരു പ്രധാന ക്രിമിനലാണ് സുരേന്ദ്രൻ. സുരേന്ദ്രനെ അകത്തിട്ടതിന് ശേഷം സുരേന്ദ്രനെതിരായിട്ട് നിരവധി കേസുകൾ വരികയാണ്. അതിനു മുമ്പ് സുരേന്ദ്രൻ അവിടെ ചെന്നിട്ട് പോലീസ് ഓഫീസർമാരോട് ചോദിച്ചത്, എന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്, എനിക്ക് ഇന്ന കേസെല്ലാം ഉണ്ടല്ലോ എന്നായിരുന്നു. അന്ന് അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ശബരിമലയിൽ വന്നിരിക്കുന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനല്ല, നിങ്ങൾ നാട്ടിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ അന്വേഷിക്കാനുമല്ല, ഇവിടെ ശബരിമലയിൽ കൃത്യമായി സമാധാനപരമായി ഭക്തർക്ക് ദർശനം നടത്താനുള്ള അവസരമൊരുക്കാനാണെന്നാണ്. പക്ഷേ ആ ഭക്തർക്ക് സമാധാനപരമായി ദർശനം നടത്താനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് സുരേന്ദ്രൻ ഇടപെട്ടു. സുരേന്ദ്രൻ നേതൃത്വത്തിൽ അവിടെ കലാപം ശ്രമം നടന്നു. അവിടെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. അങ്ങനെ വന്നപ്പോൾ നിയമലംഘനത്തിന് സുരേന്ദ്രനെ പിടിച്ച് അകത്താക്കി. പിന്നെ ഏതെങ്കിലും നേതാവ് പോകുന്ന കണ്ടിട്ടുണ്ടോ? പിന്നെ ഇവര് ഈ എംബഡഡ് ജേർണലിസം എന്നൊക്കെ പറയുന്നില്ലേ, കേന്ദ്രമന്ത്രിയെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഒറ്റയ്ക്ക് കേരളത്തിലൊരു നേതാവിന് ശബരിമലയിൽ കയറി ചെല്ലാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് കേന്ദ്രമന്ത്രിമാരെ കവചമാക്കി അവിടെ ചെല്ലുകയാണ്. ഇവരെ കുറിച്ചാണ് സാധാരണ പറയാറുള്ളത്. യാഗം കലക്കാൻ ഇവര് ദൈവത്തെക്കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. ആ ശബരിമല എന്ന ആ ആരാധനാലയം, അവിടെ നടക്കുന്ന മണ്ഡലവിളക്ക്, മകരവിളക്ക്, പിന്നെ തീർത്ഥാടന കാലം, ആ തീർത്ഥാടന കാലം കലക്കാൻ, യാഗം കലക്കാൻ ചെന്ന അസുരന്മാരായിട്ടുള്ള ഇവരവിടെ അവതരിച്ചത്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ തിരസ്കരിച്ചത്. ഇവർ കഴിഞ്ഞ ദിവസം ചോദിച്ചു കേട്ടില്ലേ, നിങ്ങൾ സർക്കാരിനെതിരെയാണ് സമരം, ശ്രീധരൻപിള്ളക്ക് 101 നിലപാടാ, ആ 101 ഒരു നിലപാട് ഞങ്ങളുടെ സമരം സർക്കാരിനെതിരെയാണെന്നാണ്. അന്ന് പിന്നെ തിരിച്ചു ചോദ്യം ഉണ്ടായി. കോടിയേരി ചോദിച്ചു, സർക്കാരിനെതിരെയാണ് സമരമെങ്കിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റ് മുമ്പിലല്ലേ സമരം നടത്തേണ്ടത്? അപ്പൊ ഇവർ ചോദിച്ചെന്താ, സെക്രട്ടേറിയറ്റിലല്ലോ അയ്യപ്പൻ ഇരിക്കുന്നത്, തിരുവനന്തപുരത്തല്ലോ അയ്യപ്പൻ ഇരിക്കുന്നതാണ് ഇവർ ചോദിച്ചത്. ഇപ്പോഴെന്താ അയ്യപ്പന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയോ? ഇവരെന്തിനാ അവിടെ പോകുന്നത്? ഇവർക്ക് ആളെ കിട്ടാനില്ല. ശബരിമല കയറിപ്പോകാൻ ഈ വലിയ 2 OTC 3 OTC ഒക്കെ കഴിഞ്ഞിട്ടുള്ള RSS കാരെ കൊണ്ടാണല്ലോ അവിടെ പോകുന്നത്. ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയ RSS നേതാക്കന്മാർ എത്രയാണെന്നറിയോ? ക്രിമിനലുകൾ എത്രയാണെന്നറിയോ? ഇവർക്ക് അങ്ങനെ പോകുന്ന ആളുകൾ പോലും
എന്ത് ഹീനമായ കൃത്യവും RSSന് വേണ്ടി ചെയ്യാൻ തയ്യാറായ കൊടും ക്രിമിനലുകൾ പോലും ശബരിമലയിൽ പോയി ഇവരുടെ ഈ ആഭാസ സമരം അതിന് നിൽക്കാൻ അവർ തയ്യാറാവുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം പരാജയപ്പെട്ടത്. ആ സമരം പരാജയപ്പെട്ട സമരം പിന്നെ എങ്ങനെ തുടർന്ന് കൊണ്ടുപോകും? ശ്രീ പി എം മനോജ് എങ്ങനെ ശ്രീധരൻപിള്ള അദ്ദേഹത്തിന് നാണമുണ്ടെങ്കിൽ ഈ ശ്രീധരൻപിള്ളയ്ക്ക് നാണമുണ്ടെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞു പോകണം. ഇനി അഥവാ അദ്ദേഹത്തിന് നാണമില്ല എന്ന് കൂട്ടുക, കാരണം അദ്ദേഹത്തിന് ഈ കാര്യമൊന്നും മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നാണമുള്ള BJP നേതാക്കൾ ശിവശങ്കരൻ ഉൾപ്പെടെയുള്ളവര് ഇറക്കി വിടണ്ടേ? അതല്ലേ വേണ്ടത്? ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? മിനിമം ജനങ്ങളോട് ഉത്തരവാദിത്തം വേണ്ടേ? മിനിമം സത്യസന്ധത വേണ്ടേ? ഇതൊന്നും ഇല്ലാതെ ഒരു പാർട്ടി നിൽക്കുന്നു. എന്താ വിശ്വാസത്തിന്റെ പേരിൽ കുറെ ആളുകളുടെ, ഞങ്ങൾ വിശ്വാസികളാണ്, കർമ്മസമിതിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകളുടെ വോട്ട് കിട്ടുമെന്ന് അവർ നോക്കുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ വോട്ടാണ് ആദ്യം കൊണ്ടുപോയെന്ന് തിരിച്ചറിയുന്ന കോൺഗ്രസ് BJPയേക്കാൾ വലിയ BJP ആവുന്നു. ഇപ്പൊ ശിവശങ്കരൻ അതല്ലേ ഉണ്ടായത്? അതുകൊണ്ട് 3 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ മനോജ് പറഞ്ഞത് തെറ്റാണ്. പേജ് നമ്പർ 39 അതിൽ 29-ാം വേർഡ്, ഇറ്റ് മേഡ് ക്ലിയർ ദാറ്റ് ദർ ഇസ് നോട്ട് എക്സാമിൻ ദ സെക്ഷൻ ഓഫ് 144 CRPC ആൻഡ് ഓർഡർ ഇഷ്യൂഡ് ബൈ ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഡീറ്റെയിലിൽ പറയുന്നത് ഇൻ കണക്റ്റഡ് കേസസ് ലിസ്റ്റഡ് ഫോർ കൺസിഡറേഷൻ ഓൺ 6/12/2018. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി വായിച്ച സമയം കളയല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ നിയമം നോക്കി തന്നെയാണ് ഇന്ന് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നിലപാട്. അദ്ദേഹം 144-ന്റെ 6-ാം തീയതി വെച്ചിട്ടുണ്ട്. അതും കൂടെ കീറിപ്പോ ഇല്ല, 6-ാം തീയതി വിധി വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ വിടുന്നു. അല്ല, അദ്ദേഹം 6-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. അതും കൂടെ വെച്ചിട്ടുണ്ട്. 2, താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ ക്രിമിനലിനെ വിടുന്നു. താങ്കൾക്ക് കണ്ണൂർ ക്രിമിനലുകളെ ഇല്ല. CPM-ൽ എല്ലാം വളരെ സത്യസന്ധരായ ഏഞ്ചൽസ് ആണ് അവിടെ. കിർമാനി മനോജ് അടക്കം താങ്കളുടെ എത്ര നേതാക്കളാ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ഏരിയ സെക്രട്ടറി അടക്കം ആരൊക്കെ പരോളിൽ ഇറങ്ങി എന്നുള്ളതും ഞങ്ങളുടെ ആരൊക്കെ പരോളിൽ ജനങ്ങൾക്ക് അങ്ങനെ ഇറങ്ങുന്ന ഒരു മിണ്ടല്ലേ ഒരു മിനിറ്റ്. അല്ല, ഞങ്ങളുടെ താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രിമിനൽ എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് മൈക്കും കൊടുത്ത് അവിടെ ജനങ്ങളെ നിയന്ത്രിക്കാൻ വിട്ട പോലീസുകാരന്റെ നേതാവിനെ മന്ത്രിയെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മനോജ് എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ക്രിമിനലാണോ? അദ്ദേഹം ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്ത ആളാണോ? അപ്പൊ ജനങ്ങളുടെ കൺട്രോൾ ഉള്ളത് CPM-നല്ല, അവിടെ RSS നേതാക്കൾക്കും BJP നേതാക്കൾക്കുമാണ്. ഞങ്ങൾ അവിടെ സമരം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അവിടെ നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും സ്ത്രീകളെ കയറ്റാൻ നോക്കിയാൽ ഞങ്ങളുടെ ശക്തിയും അവിടുത്തെ ധർമ്മനിഷ്ഠരായ അയ്യപ്പ സേവാ സംഘത്തിന്റെ ശക്തിയും അയ്യപ്പ ഭക്തന്മാരുടെ ശക്തിയും പോലീസ് അറിയും. ആ പോലീസ് അറിഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, അവർ നിന്നിട്ടുണ്ട്, നിപ്പിന്ന് തിരിഞ്ഞോടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് മലയാളികളായ നിങ്ങളുടെ പാർട്ടിയിലെ വി മുരളീധരൻ തന്നെ പറയുന്നത് അങ്ങനെ തിരിഞ്ഞോടിയത് ശബരിമലയിൽ നിന്ന് തിരിഞ്ഞോടിയ പോലീസുകാരെ ഞങ്ങളുടെ ശബരിമലയിൽ നിന്ന് തിരിഞ്ഞോടിയ നേതാക്കളും അവിടെ നിരന്തരം വാക്കുമാറിയ നേതാക്കളും ഞാൻ കോടിയേരിയുടെ 3 പ്രസ്താവനകൾ നമുക്കറിയാമല്ലോ. ചോദിക്കുന്നത് വി മുരളീധരൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വി മുരളീധരനെ 1986 തൊട്ട് എനിക്കറിയാം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എനിക്കറിയാം. അപ്പൊ അതൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട, ഞങ്ങളെ തരംതിരിക്കാനും നോക്കണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും. സത്യത്തിൽ ഇവിടെ CPM-നെതിരെയുള്ള കോടിയേരിയുടെയും അവിടെ ഒരു വിഭാഗത്തിന്റെയും ഞാൻ ചോദിക്കട്ടെ, എത്ര നാളായി അവിടെ ശബരിമലയിൽ കൃത്യമായി ഒരു കക്കൂസ് പണിയുവാനോ അവിടെ കൃത്യമായി സംസ്ഥാന സർക്കാരിന് മേൽ ഞാൻ അവിടെ ഞാനല്ല പറയുന്നത്, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എത്ര തവണ. അന്നഞ്ഞി പോട്ടെ, ഞാൻ അത് വിടൂ. അന്നദാനത്തിന് നിങ്ങൾ എന്തിനാ അന്നദാനത്തിന് കൃത്യമായി 10 മണിക്ക് ക്ലോസ് ചെയ്യണം? ഹരിവരാസനം ആ വിഷയത്തിലേക്ക് പോലെ നമുക്കിപ്പോ ജനവികാരം BJP തിരിഞ്ഞ് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് ശ്രീ ജനവികാരത്തിന്റെ കാര്യം രാധാകൃഷ്ണന്റെയും ഒക്കെ നിലപാടുകൾ മാത്രമാകുന്നതുകൊണ്ടാണ്. സമരത്തിന്റെ മുഖത്ത് നിന്ന് ഇപ്പോൾ മാറി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് നമുക്കറിയേണ്ടത്. ഞാൻ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ശ്രീ PM മനോജ്, ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ചോദിക്കാനുള്ളത് ശ്രീ ബാബു ഇപ്പോൾ നേരത്തെ ആവർത്തിച്ച് ചോദിച്ചതാണ്. ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വോട്ടിന് വേണ്ടിയല്ല ഞങ്ങൾ ഈ വിഷയത്തിൽ നിലപാടെടുത്തത് എന്നാണ്. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കൊള്ളും. അത് 2019 മെയ്യിൽ കാണിച്ചു തരാം എന്നാണ്. അതൊന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ലേ ശ്രീ PM മനോജ്? നിങ്ങൾ അല്ല, അവർ കാണിക്കട്ടെ.
പക്ഷെ വോട്ടിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്, അധ്യക്ഷനാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കെല്ലാം അറിയാം. ആ രാഹുൽ ഗാന്ധി എൻ്റെ വ്യക്തിപരമായ നിലപാട് ഇതാണ്, പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് അതല്ല, അത് അവർക്ക് എനിക്ക് വഴങ്ങേണ്ടി വന്നു എന്ന് രാഹുൽ ഗാന്ധിക്ക് പരസ്യമായി പറയേണ്ടി വരുന്ന അവസ്ഥ. ആ അവസ്ഥയാണ് കോൺഗ്രസിന്റെ ഗതികേട്. അതായത് ആ പാർട്ടിയുടെ അധ്യക്ഷന് പോലും ഇവരുടെ നിലപാട് നയിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ നിലപാട് അതല്ല എന്ന് തുറന്ന് പറയേണ്ടി വരുന്നു. ഒരു കാര്യം, ഈ കോടതി വിധി, സുപ്രീം കോടതി വിധി വന്ന ഉടനെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ആളുകളും നടത്തിയ പ്രതികരണം, ആ പ്രതികരണം നമുക്കെന്താ കൃത്യമാണ്. ആ പ്രതികരണം, ആ വിധി സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ BJP RSS മലക്കം പറഞ്ഞു. RSS ആദ്യം സ്വാഗതം ചെയ്തു, അടുത്ത ഘട്ടത്തിൽ തന്നെ മലക്കം മറിഞ്ഞു. ഇതൊരു അവസരമായി എടുക്കാൻ തീരുമാനിച്ചു. RSSന്റെ പിന്നാലെയല്ലേ കോൺഗ്രസ് പോയത്? RSSന്റെ പിന്നാലെയല്ലേ രമേശ് ചെന്നിത്തല പോയത്? എന്തുകൊണ്ടാണ് ശ്രീ സുരേഷ് ബാബുവിന് അത് തടസ്സം നിർത്താൻ കഴിയാത്തത്? ഇപ്പോൾ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഇവരുടെ സമരം. RSSനെതിരെ ഒരു അക്ഷരം പറയുന്നത് ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ഇവിടെ ഈ കുഴപ്പങ്ങൾ മുഴുവൻ RSSും BJPയും ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ അരയക്ഷരം പോലും മിണ്ടുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിയമസഭയിൽ 2 ദിവസമായല്ലോ ബഹളം വയ്ക്കുന്നത്. അവിടെയും സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടല്ലേ? സംസ്ഥാന ഗവൺമെന്റ് എന്താ ചെയ്തത്? ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കല്ലാതെ അതിലപ്പുറമൊന്നും പോയിട്ടില്ലല്ലോ. അത് നടപ്പാക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ക്രിമിനലുകളിൽ അവിടെ പോയിട്ട് ബഹളം വെക്കുകയല്ലേ, അവരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയല്ലേ. ഓരോ ദിവസം ഓരോ നേതാവിന്റെ നേതൃത്വത്തിലാണല്ലോ ഈ ക്രിമിനൽ സംഘം ശബരിമലയിൽ പോകുന്നത്. അങ്ങനെ പോകുന്നത് ക്രിമിനൽ സംഘമാണ്, RSSകാരാണ്. അവർ ഈ കുഴപ്പങ്ങളൊക്കെ കൊലപാതകങ്ങളൊക്കെ നടത്തിയവരാണ്. ഒരാൾ 80 കേസിലോ മറ്റോ പ്രതിയായിരുന്നു കഴിഞ്ഞ ദിവസം പിടിച്ച ആള്. ഇത്തരം ആളുകളാണ് പോകുന്നത് എന്ന് പറയാനുള്ള സന്മനസ് പോലും ശ്രീ സുരേഷ് ബാബുവിന്റെ പാർട്ടിക്ക് ഉണ്ടാവുന്നില്ല. എന്നിട്ട് അവരിപ്പോൾ ഏത് ലോകത്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ ചില വാർഡുകളിലൊക്കെ ഉണ്ടായ അവസ്ഥയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കോൺഗ്രസ് നശിച്ചു പോകുന്നു. നശിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല, ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല. എന്തുകൊണ്ടാ? അതിന് പകരം ഈ വലിയ കൊടും വിഷമുള്ള രാജവെമ്പാലകൾ വരുന്നതിന് പകരം ഈ പാവപ്പെട്ട കീരിയും അണലിയും മൂർഖനും ഒക്കെ ഇവിടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കല്ലേ? അപ്പോൾ അത് കോൺഗ്രസ് ആണ് മനസ്സിലാക്കാത്തത്. അതുകൊണ്ടാണ് ഈ വോട്ട് കുറഞ്ഞ് കോൺഗ്രസിന്റെ ചെലവിൽ BJP അടിച്ച് കൊഴുക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവേകം ശ്രീ സുരേഷ് ബാബുവിന്റെ പാർട്ടിക്ക് ഉണ്ടാവണമെന്ന വളരെ വിനയാന്വിതമായ അഭ്യർത്ഥനയാണ് എനിക്ക് നടത്തുന്നത്. ശ്രീ PM സുരേഷ് ബാബു, താങ്കളുടെ മറുപടിയാണ് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത്. നിങ്ങൾ RSSനെ BJPയെ ഒന്ന് വിമർശിച്ച് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 1.5 മാസത്തെ ഈ BJP നിലപാടിനെ നിങ്ങൾ ഒന്ന് വിമർശിച്ച് കാണാൻ ഒരു താല്പര്യമുണ്ട് PM മനോജിന്. ശ്രീ മനോജ് ദേശാഭിമാനിയുടെ മുഖ്യ പത്രാധിപ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനോട് എനിക്കൊരൊറ്റ അപേക്ഷയേ ഉള്ളൂ. ദേശാഭിമാനി പത്രം വായിക്കണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ദേശാഭിമാനി പത്രത്തോടൊപ്പം മറ്റിതര പത്രങ്ങളും കൂടി ഒന്ന് വായിക്കുക. അതേപോലെ തന്നെ കൈരളി ചാനലിന്, പീപ്പിൾസ് ചാനലിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ചാനലുകളും ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രീമാൻ AK ആന്റണി കോഴിക്കോട്ട് വന്നിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അദ്ദേഹം കേൾക്കേണ്ടതല്ലേ? ഇതൊക്കെ നമ്മൾ അങ്ങനെയൊന്നും ഒരു പ്രസ്ഥാനത്തെ കൊച്ചാക്കാനുള്ള ഒരു ശ്രമം നടത്തരുത്. ഞങ്ങളുടേത് അടിസ്ഥാനപരമായ RSS രാഷ്ട്രീയത്തിനോടുള്ള എതിർപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ RSSുമായി ചേർന്നുകൊണ്ട് ചെന്നതിനെ കുറിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടത് എന്താ? ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയും, കാരണം ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് മാരാറുടെയും അതേപോലെ തന്നെ ഉള്ള സഖ്യങ്ങളെയൊക്കെ ന്യായീകരിച്ച് പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യോജിക്കാം, നിങ്ങൾ അത് ചോദിക്കുകയൊന്നും വേണ്ട എന്ന് കോൺഗ്രസിനോട് ചോദിച്ചതല്ലേ? അതുകൊണ്ട് കാലത്തിന്റെ രാഷ്ട്രീയത്തിനനുസരിച്ച് എടുക്കുന്ന തീരുമാനങ്ങളെ ഞാൻ അതിനെ വിമർശിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അന്ന് അടിയന്തരാവസ്ഥയുണ്ട്. അടിയന്തരാവസ്ഥയെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും RSSും ഒരുമിച്ചപ്പോൾ, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നപ്പോൾ അത്തരമൊരു സംഭവങ്ങൾ ഉണ്ടായി. ഇവിടെ ഞങ്ങൾ എതിർക്കുന്നത് പോലെ ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭഗത്ത് BJPയെ ഞങ്ങൾ എതിർക്കുന്നത് പോലെ എതിർക്കുന്ന ഏത് രാഷ്ട്രീയ സംവിധാനമാണ് ഉള്ളത്? ജനങ്ങൾ വിശ്വസിക്കുന്നത് ഈ ശബരിമല വിഷയത്തിൽ BJP എടുത്തിരിക്കുന്ന കപടമുഖത്തെ അത് തുറന്നു കാട്ടാൻ, എന്ന് കപടമുഖം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്, മുഖ്യമന്ത്രി ആണ് അത് തുറന്നു പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെ അവർ പറയുന്നത് കേൾക്കുന്നതാണ് ഇപ്പോൾ ജനങ്ങൾ, അതാണ് കേൾക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം അവിടെയാണ് വിശകലനം ചെയ്യേണ്ടി വരുന്നത്. അവിടെ PM സുരേഷ് ബാബു, നിങ്ങൾ അത്ര മുന്നിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് വിമർശിച്ച് BJP-യെ വിമർശിച്ച് എത്തുന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. CPM-ന് ഒരു ക്യാമറ ഫോക്കസ് ചെയ്യാൻ അറിയില്ല. ഒരു പടം എടുക്കാൻ വിചാരിക്കുമ്പോൾ ക്യാമറ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫോക്കസിങ് ആവശ്യമില്ല എന്നുള്ളത് വേറെ കാര്യം. പഴയ കാലഘട്ടങ്ങളിൽ ക്യാമറ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഇഷ്യൂവിൽ ചോദിച്ചു വാങ്ങി കേരളത്തിലെ ഗവൺമെന്റ് നയിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായ ഒരു വിധി ചോദിച്ചു വാങ്ങി അത് കാളപെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുത്തുകൊണ്ട് പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ നടപ്പാക്കാൻ പരിശ്രമിച്ച മുഖ്യമന്ത്രിയുടെ നയചാതുര്യമില്ലാത്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നമാണിത്. ആ പ്രശ്നത്തെ എവിടെയാണ് എതിർക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആ നിലപാടിനോട് എതിർത്ത് ജനങ്ങൾ നമ്മളെല്ലാം കണ്ടതല്ലേ. അതിനകത്ത് മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ മാത്രമാണ്. ഈ കാര്യത്തിൽ നാഴികയ്ക്ക് 40 വട്ടമെന്ന് എല്ലാ ദിവസവും പറയുന്ന നിലപാട് മാറ്റത്തെ നിങ്ങൾ കാണുന്നതേയില്ല. ശ്രീധരൻപിള്ള ഒരു ഭാഗത്ത് മാറി മറിഞ്ഞു വരുന്നത് കാണുന്നില്ല. BJP-യുടെ മറ്റു നേതാക്കൾ എടുക്കുന്ന നിലപാടുകൾ കാണുന്നില്ല. K. സുരേന്ദ്രൻ എടുത്ത നിലപാടുകൾ കണ്ടില്ല. ഇതൊന്നും ഒരു കാലത്തും നിങ്ങൾ വിമർശിക്കുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രിയെ നിങ്ങൾ തുടക്കം മുതൽ അറ്റാക്ക് ചെയ്യുന്നു. ജനങ്ങൾ സുരേന്ദ്രന് എന്ന് സമരം ക്ഷീണിക്കുന്നുണ്ടോ എന്നൊക്കെ BJP-യുടെയും RSS-ന്റെയും ഈ ജനാധിപത്യ വിരുദ്ധമായ സമരം ക്ഷീണിക്കുന്നുണ്ടോ ആ ക്ഷീണിക്കുന്ന അവസരത്തിൽ അവർക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത് അവർക്ക് വിളക്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച അതാണ് സുരേന്ദ്രന്റെ അറസ്റ്റ്, ശശികല ടീച്ചറുടെ അറസ്റ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ പറയേണ്ട. കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് വെച്ചുകൊണ്ട് ശ്രീ വത്സൻ തില്ലങ്കേരിക്ക് മൈക്ക് കൊടുത്തത് അവിടുത്തെ ശാന്തമാക്കുന്നതിന് വേണ്ടിയാണെന്ന് ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് ഇവരുടെ പാർട്ടിയിൽ ശ്രീ PM മനോജ് ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. BJP-യുടെ കാര്യത്തിൽ ഒരു ശക്തമായ വിമർശനം കിട്ടിയില്ല ശ്രീ PM സുരേഷ് ബാബു. ആ ചോദ്യം അവിടെ തന്നെ നിലനിൽക്കും. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ ശിവശങ്കർ, BJP എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ മുഖത്ത് നിന്നും മാറ്റപ്പെടേണ്ടുന്ന രാഷ്ട്രീയ ശക്തിയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അത്തരം ഒരു മാറ്റപ്പെടേണ്ടുന്ന രാഷ്ട്രീയ ശക്തിയാണ് LDF. ചടങ്ങിന് വേണ്ടി അവസാനം അങ്ങനെ ഒരു വാചകം തന്നതിന് ഞാൻ അത് വകവച്ചിരിക്കുന്നു. ശ്രീ ശിവശങ്കർ, അപ്പോൾ ഈ കാര്യത്തിൽ പറഞ്ഞപ്പോ അത് ചടങ്ങിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ 1 മണിക്കൂർ നീണ്ട ചർച്ചയുടെ 59-ാം മിനിറ്റിലാണ് ശ്രീ സുരേഷ് ബാബു ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ട് അങ്ങനെ ഒരു വാചകം താങ്കളിൽ നിന്ന് വന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശ്രീ ശിവശങ്കർ, ഈ കാര്യത്തിൽ വെള്ളവും വളവും BJP-ക്ക് നൽകുന്നത് കോൺഗ്രസ് ആണ് എന്ന് CPM പറയുന്നു. അതേസമയം CPM ആണ് നിങ്ങൾക്ക് വെള്ളവും വളവും നൽകുന്നത് എന്നത് കോൺഗ്രസും പറയുന്നു. പക്ഷെ ഇത്രയും വെള്ളവും വളവും ഒക്കെ കിട്ടിയിട്ടും വളർന്ന് എവിടെ എത്തി എന്നതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ BJP-യെ വളരാൻ അനുവദിക്കാത്തത് ശ്രീധരൻപിള്ളയാണ് ഈ സമരത്തെ തകർത്തത്, ആത്മാർത്ഥതയില്ലാത്തത് എന്ന് V. മുരളീധരന്റെ പരാതി കേന്ദ്ര നേതൃത്വം കേൾക്കില്ലേ? ഞാൻ അതിലേക്ക് വരാം. ഒരൊറ്റ മിനിറ്റ് കൂടി. രണ്ട് ലൈൻ. ഒന്ന്, BJP ഒരിക്കലും ഈ സമരത്തെ ശബരിമലയിലോ അല്ലെങ്കിൽ പമ്പയിലോ വെച്ച് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് BJP-യുടെ എല്ലാ യാത്രകളും നടന്ന 3 യാത്രയും ശ്രീധരൻപിള്ളയുടെ ഉപവാസ സമരവും പത്തനംതിട്ടയിലും പന്തളത്തും കേരളം മുഴുവനായിരുന്നു. താങ്കളുടെ പ്രിയപ്പെട്ട നേതാവ് AN രാധാകൃഷ്ണൻ പിന്നെ എങ്ങനെയാണ് സർക്കുലർ അയച്ചത്? ഞങ്ങൾ ആ സർക്കുലറിനെ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ശബരിമലയിൽ പോകാൻ പാടില്ല എന്ന് ലാലിന്റെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ, ഹിന്ദുക്കളായ പ്രവർത്തകർ, അയ്യപ്പനെ വിശ്വസിക്കുന്ന ആളുകൾ, അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ശബരിമലയിൽ പോകും. അതിനെന്താ തെറ്റ്? അത് നിരോധനാജ്ഞ ലംഘിച്ചും പോകും, ലംഘിക്കാതും പോകും. പക്ഷെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി സമരം നടത്തിയത് കേരളത്തിന്റെ തെരുവോരങ്ങളിലാണ്. അവിടെയാണ് ആ മൃദു ഇടതുപക്ഷ മനസ്സ് BJP-ക്കൊപ്പം നിന്നതും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ BJP-ക്ക് 2ാം സ്ഥാനത്തെത്താൻ പറ്റിയതും. CPM-ഉം കോൺഗ്രസും നിരന്തരം വെള്ളമൊഴിച്ച ഒറ്റയടിക്ക് വളരുന്ന ഒരു കളവൃക്ഷമല്ല BJP. ശ്രീ ശിവശങ്കരൻ, ഇപ്പോഴും മറുപടി കിട്ടാത്തത് അതാണ്. BJP ഒരിക്കലും ഈ കാര്യത്തിൽ സന്നിധാനത്ത് സമരം ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ
അങ്ങനെ തുടക്കത്തിൽ ആഹ്വാനം ചെയ്തത് AN രാധാകൃഷ്ണനെ പോലെയുള്ളവരാണോ? ശ്രീധരൻ പിള്ളയെ കടത്തിവെട്ടി മുമ്പിൽ നേതാവാകാൻ ശ്രമിച്ചത് മറ്റുള്ളവരാണോ? അതാണോ ഇപ്പോൾ തിരിച്ചടിയായത് BJP-ക്ക്? അല്ല, ഞങ്ങൾ ഇറക്കിയ യഥാർത്ഥ ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവിടെ നടത്തുന്ന സമരങ്ങളെ അംഗീകരിക്കുവാനും സപ്പോർട്ട് ചെയ്യാനും പോകേണ്ടവർക്ക് പോകാം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 2 സമരങ്ങൾ ഞങ്ങൾ പറഞ്ഞത് BJP-യുടെ കൊടി പിടിച്ച സമരങ്ങൾ ഒരെണ്ണം പോലും പമ്പയുടെ ഇപ്പുറത്തേക്ക് നടത്തിയിട്ടില്ല, ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 3, ഇവിടെ സുരേഷ് ബാബുവിന്റെ പാർട്ടിയും ശ്രീ മനോജിന്റെ പാർട്ടിയും നിരന്തരം വെള്ളം ഒഴിച്ചിട്ട് കളയല്ല ഒരു ദിവസം കൊണ്ട് വളർന്നു വരാൻ ഞങ്ങളുടെ വലിയ ആർവൃക്ഷമാണ്. സെമിഫൈനലാണ് ഞങ്ങൾ സ്ഥാനത്ത് എത്തി. അടുത്ത അസംബ്ലിയിൽ ഞങ്ങൾ 1ാം സ്ഥാനത്ത് തന്നെ എത്തും. നിലപാടുകൾ വളർന്നു വലുതാകും. എല്ലാം എടുത്ത് മനോജ് മടിയിൽ വെക്കുന്നത് ഇവര് മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പൊ എന്താ ശ്രീ ശിവശങ്കർ പറഞ്ഞത്? ഇവരുടെ തീരുമാനമായിരുന്നില്ല സുരേന്ദ്രൻ പോയത്, ഇവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ടല്ല രാധാകൃഷ്ണൻ പോയത്, ഇവര് തീരുമാനിച്ചിട്ടുള്ള പൊൻ രാധാകൃഷ്ണൻ പോയത്. അപ്പൊ എന്താ BJP-യുടെ തീരുമാനം പോലും അനുസരിക്കാതെ ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ശബരിമല പോയി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പിന്നെ കൊടിയും പിടിച്ചിട്ട് പോകുന്ന കാര്യം, കൊടിയും പിടിച്ചങ്ങ് കയറ്റിയാലേ പോവും. എന്തായാലും അത് നടന്നിട്ടില്ല. അപ്പൊ ഇവർക്കറിയാം ഇവർ വലിയൊരു ഒരു പിന്നെ എന്താ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരാമെന്ന് കരുതിയവർ ഇതാ കൈ മുഴുവൻ പൊള്ളി ഇരിക്കുകയാണ്. ആ പൊള്ളിയതിന്റെ നൈരാശ്യമാണ് ഇപ്പൊ കാണുന്നത്. എന്തായാലും ഈ സമരം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വിധിയോടെ തെളിയിച്ചിരിക്കുന്നു. ഇവരുടെ ഈ പിത്തലാട്ടത്തിന് പിന്നാലെ പോകുന്നവരല്ല ഇവർ ഉയർത്തുന്ന കോൺഗ്രസ് പേടിച്ചതുപോലുള്ള വികാരമല്ല വിചാരമാണ് കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങളെ നയിക്കുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ്. അത് ദിശാബോധം തന്നെയാണ്. അത് കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനുള്ള ദിശാബോധമാണ്. അത് BJP ഉയർത്തുന്ന അതിഭീകരമായ വർഗീയ വിപത്തിനെതിരെയാണ് കേരളത്തിന്റെ മനസ്സ് എന്നതിന്റെ സൂചനയുമാണ്. തീർച്ചയായിട്ടും ആ ജനവിധിയുടെ അർത്ഥം രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുമോ എന്ന് തന്നെയാണ് കേരളം ഇനി ഉറ്റുനോക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന് ശ്രീ PM മനോജ്, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ P ശിവശങ്കരൻ.